ഈ ബഡ്ജറ്റ് പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് ഒരു പ്രയോജനമില്ലാത്ത ബഡ്ജറ്റാണ്. കാർഷിക മേഖലയ്ക്ക് പണം കൂടുതൽ കൊടുത്തിട്ടില്ല, ഭക്ഷ്യവകുപ്പിന് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്നാൽ ആളുകൾ സാമ്പത്തിക ദാരിദ്ര്യത്തിലേക്കും വിലക്കയറ്റത്തിൻ്റെ പിടിയിലേക്കും എത്തുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നൊരു കാര്യം. ഇപ്പോൾ ഭക്ഷ്യവകുപ്പിൻ്റെ മന്ത്രി തന്നെ ധനകാര്യമന്ത്രിക്ക് കൈ കൊടുക്കാതെ പോയി, അദ്ദേഹം അമർഷം രേഖപ്പെടുത്തുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വിലക്കയറ്റമായിരിക്കും ഈ ബഡ്ജറ്റിന് ശേഷം ഏറ്റവും രൂക്ഷമാകാൻ പോകുന്നത്. കാർഷിക മേഖലയുടെ തകർച്ച, റവന്യൂ വകുപ്പിനൊന്നുമില്ലാത്ത, അപ്പം CPIയെ പരിപൂർണമായി തഴഞ്ഞ ഒരു ബഡ്ജറ്റാണിത്. ജനങ്ങളെ മാത്രമല്ല, പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ബഡ്ജറ്റ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് സത്യം. സാധാരണക്കാരന് പ്രയോജനമില്ല, പെൻഷൻകാർക്ക് പ്രയോജനമില്ല. സർക്കാർ ജീവന 21% DA കൊടുക്കാനുള്ളപ്പോഴാണ് 1% കൊടുക്കും എന്ന് കൊടുക്കുമെന്ന് പറയില്ല. ഏതായാലും ഈ ബഡ്ജറ്റ് ജനങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടാത്ത ഒരു ബഡ്ജറ്റാണ്. ഇതൊരു വെറും ജനങ്ങളെ കബളിപ്പിക്കുന്ന ബഡ്ജറ്റാണ്. ഇതുകൊണ്ട് പാവങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. നവലിബറൽ നയങ്ങളെ പൂർണ്ണമായും വാരിപ്പുണരുന്ന ബഡ്ജറ്റാണ്. ഞങ്ങൾ അന്ന് വിദ്യാഭ്യാസ രംഗത്ത് വിദേശ യൂണിവേഴ്സിറ്റി വരണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ TP ശ്രീനിവാസനെ മർദ്ദിച്ച കാര്യം ആദ്യം ശ്രീനിവാസനോട് മാപ്പ് പറഞ്ഞിട്ടും കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുകയുമാണ് ബാലഗോപാൽ ചെയ്യേണ്ടത്. 15 വർഷം കേരളത്തിന് നഷ്ടപ്പെട്ടു. ഈ വിദേശ യൂണിവേഴ്സിറ്റികൾ വന്നിരുന്നെങ്കിൽ, വിദേശ മൂലധന നിക്ഷേപം വിദ്യാഭ്യാസ രംഗത്ത് വന്നിരുന്നെങ്കിൽ ഇവിടുന്ന് കൂട്ടത്തോടെ കുട്ടികൾ വിദേശത്തേക്ക് പോകില്ലായിരുന്നു. അപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ ഇപ്പോഴെങ്കിലും ബോധോദയം ഉണ്ടായതിന് സർക്കാരിന് നല്ല നമസ്കാരമാണ് എനിക്ക് പറയാൻ. കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമാണ്. കോൺഗ്രസ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടും. 20-20 സീറ്റ് നേടാൻ കഴിയുന്ന തരത്തിലുള്ള നടപടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സീറ്റ് വിഭജനമൊക്കെ പെട്ടെന്ന് തീരും. അല്ല, അവരുമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. 14-ാം തീയതി അന്തിമ തീരുമാനം ഉണ്ടാവും. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 14-ാം തീയതി ഒരു തീരുമാനം ഉണ്ടാവും. അല്ല, എല്ലാം 14-ാം തീയതിക്ക് ശേഷം ഞങ്ങളുടെ UDF-ന്റെ സീറ്റ് വിഭജനം പൂർത്തിയാകുന്നതോടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം അതോടൊപ്പം ആരംഭിക്കും. ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങൾക്കൊക്കെ ഹൈക്കമാൻഡിനും KPCക്കും ഒക്കെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാനുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പാർട്ടിയിലുണ്ടല്ലോ. അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കും. പിന്നെ ശ്രീകുമാരൻ തമ്പിയെ ആക്ഷേപിച്ച നടപടിയിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. കേരള സാഹിത്യ അക്കാദമി ഇന്ന് എഴുത്തുകാരെയും കവികളെയും ഒക്കെ ആക്ഷേപിക്കുന്ന വേദിയായി മാറിയിരിക്കുകയാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ ആക്ഷേപിച്ചു. ഇപ്പൊ ശ്രീകുമാരൻ തമ്പി എന്ന കേരളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കവിയെ ആക്ഷേപിച്ചു. എന്തധികാരമാണ് അവർക്കുള്ളത്? സച്ചിദാനന്ദനേക്കാൾ ഒരു മഹത്തായ കവി തന്നെയാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന നടപടിയിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. കേരള സാഹിത്യ അക്കാദമി സച്ചിദാനന്ദനും ആക്ഷേപിച്ചാലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ശ്രീകുമാരൻ തമ്പിയുടേത്. അദ്ദേഹത്തോട് കാണിച്ച തെറ്റിന് സാംസ്കാരിക വകുപ്പ് മന്ത്രി നടപടിയെടുക്കുകയാണ് വേണ്ടത്. അതിന് അദ്ദേഹം മാപ്പ് പറയുകയാണ്. തീർച്ചയായിട്ടും ആലപ്പുഴ സീറ്റ് ഇത്തവണ കിട്ടും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് പാർട്ടി ഹൈക്കമാൻഡ്, അതെന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ഇത്തവണ നല്ല ഭൂരിപക്ഷത്തോടെ ആലപ്പുഴ ജില്ല ജയിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ്.